ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വെയ്റ്റ് ലോസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് നേരത്തെ 70 kg ഉണ്ടായിരുന്നു, 75 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് കുറഞ്ഞ ഡെലിവറി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും 70 kg ആയി. അവിടെ നിന്ന് ഇപ്പം ഞാൻ 50 kg ഉള്ളൂ. അപ്പോൾ എൻ്റെ 20 കിലോ വെയ്റ്റ് ലോസ് ഞാൻ ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് എനിക്ക് വെയ്റ്റ് ലോസ് ഉണ്ടായത്? ഹെർബാ ലൈഫ് കുടിച്ചിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെയ്റ്റ് ലോസ് സപ്ലിമെൻറ്റ്സ് മറ്റെന്തെങ്കിലും എടുത്തിട്ടാണോ, ജിമ്മിൽ പോയിട്ടാണോ, പട്ടിണി കിടന്നിട്ടാണോ? അങ്ങനെയുള്ള എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരവാണ് എൻ്റെ ഈ വീഡിയോ. അതിന് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഫാൻസി ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്ത് കുറച്ച് നാൾ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ തന്നെ ബോറടിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഒബീസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും അല്ലാതെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴും ഒക്കെ കുറേ ഡയറ്റ്സ്, ഇങ്ങനെ ഫാൻസി ഡയറ്റ്സ് ഫോളോ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കാം, ഒരു മാസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കാം, അങ്ങനത്തെ കുറേ വെയ്റ്റ് ലോസ് പ്ലാൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം 8 നില പൊട്ടും. എന്നാന്ന് വെച്ചാൽ, കാരണം കുറേ കഴിയുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൽ മതി, ഈ ഡയറ്റ് ഒന്ന് അവസാനിച്ചാൽ മതി, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ വരും. സോ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എല്ലാ സാധനങ്ങളും ആവശ്യാനുസരണം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള കുറേ ഹാബിറ്റ്സ് നമുക്കുണ്ട്. അതൊക്കെ മാറ്റി നമ്മുടെ ഫുഡ്, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ എല്ലാ മനുഷ്യർക്കും അവരുടെ ബോഡിയുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ച് ഒരു ബേസൽ മെറ്റബോളിക് റേറ്റ് കാണും. അതെത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനേക്കാൾ ഒരു 300 കലോറീസ് അളവിൽ കുറവ് വരുത്തിക്കൊണ്ട് നമ്മൾ ഡെയിലി ലിമിറ്റ് നമ്മുടെ കലോറീസ് സെറ്റ് ചെയ്യുക. ഇപ്പം ഒരാളുടെ ഹൈറ്റും വെയിറ്റും അനുസരിച്ച് അയാളുടെ BMR എന്ന് പറയുന്നത് 1400 ആണെങ്കിൽ അതിൽ നിന്നൊരു 300 കലോറീസ് കുറച്ച് നമ്മൾ നമ്മുടെ ഡെയിലി ലിമിറ്റിനകത്ത് കൊണ്ടുവരിക. നമ്മുടെ ഫുഡ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ കലോറി ഡെഫിസിറ്റിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ നമ്മൾ ചൂസ് ചെയ്യുക, അതുപോലെ ലോ കലോറി ഫുഡ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം, എന്നാൽ നമുക്ക് കലോറി അധികം കൂടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ലിമിറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകത്തില്ല. നമ്മുടെ BMR എത്രയാണോ അതിനേക്കാൾ കൂടുതൽ കലോറി നമ്മുടെ ബോഡിക്ക് കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കലോറീസ് നമ്മുടെ ബോഡിയിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് അന്നേരപ്പോഴാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, ഇതൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യുക. അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ചൂസ് ചെയ്ത് ഹോൾ ഗ്രെയിൻസ്, ഓട്സ് മുതലായ സാധനങ്ങളൊക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നമുക്കത് ഡൈജസ്റ്റ് ആകാൻ കുറച്ച് സമയമെടുക്കും. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ക്യാൻഡീസ്, മിഠായിസ്, ചോക്ലേറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങൾക്ക് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്. അതൊക്കെ നമുക്ക് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ഷുഗർ ലെവൽ കൂടുകയും നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് നമ്മൾ കൊണ്ടുവരിക നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട്. അപ്പം അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വൈറ്റ് ഷുഗർ ഒഴിവാക്കുക, നമ്മൾ ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന സ്നാക്സ് ഒഴിവാക്കുക, ഐസ്ക്രീംസ്, ക്യാൻഡീസ്, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ജ്യൂസസ്, ഈ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇനി ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ, ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ ചീറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് വേണ്ട സാധനങ്ങളെല്ലാം കഴിക്കുക. ഏത് ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചക്കത്തെ ലഞ്ച് ആണെങ്കിലും രാത്രിക്കത്തെ ഡിന്നർ ആണെങ്കിലും അതിനകത്തെല്ലാം ഇനഫ് പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പാക്കുക. നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രം വലിച്ചു കയറ്റി കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് തീരാത്തൊരു പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടയേർഡ്നെസ് ഉണ്ടാകും. അതുപോലെ നമ്മുടെ മസിൽ ബിൽഡിംഗ് ഒന്നും നടക്കത്തില്ല, നമ്മളിങ്ങനെ ഫ്ലാബി ആയി പോകും. നമ്മൾ വെയിറ്റ് കുറഞ്ഞാലും നമുക്ക് കറക്റ്റ് നല്ല ഷേപ്പിലൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ ആർക്കാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മസിൽ ബിൽഡിങ്ങിനും ബാക്കി ഇതിനൊക്കെ വേണ്ടി പ്രോട്ടീൻ ആവശ്യമാണ്. സോ നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ 3-4 തവി ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് കറികൾക്കകത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, വെജിറ്റേറിയൻസിനാണെങ്കിൽ വൻപയർ, കടല, പരിപ്പ്, പനീർ, ടോഫു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്താം. നോൺ വെജിറ്റേറിയൻസിനാണ് ഇഷ്ടംപോലെ സോഴ്സ് ഉണ്ട്. നമ്മുടെ ഇറച്ചി, മീൻ, മുട്ട, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ കറി വെച്ച് കഴിക്കുമ്പോഴത്തേനും എണ്ണ വളരെ കുറച്ച്, കുക്കറിനകത്തൊക്കെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേനും ഇപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ ആൾക്കാർ ഇടാനുണ്ട്, ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ചിക്കൻ കറി വെച്ചു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ നോക്കി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അല്ലെങ്കിൽ എയർ ഫ്രയറിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഗ്രില്ലൊക്കെ ചെയ്ത് ചിക്കനൊക്കെ കഴിക്കാം, അപ്പോൾ കുഴപ്പമില്ല. അതുപോലെ മീനൊക്കെ ആണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ ഉള്ള മത്തിയൊക്കെ പോലത്തെ മീനൊക്കെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് വളരെ നല്ല.
നമ്മുടെ ഫുഡിനകത്ത് നമ്മൾ നേരത്തെ എനിക്കറിയത്തില്ല, ഞാനൊന്നും നേരത്തെ എനിക്ക് വണ്ണമുള്ള സമയത്ത് ഈ നട്ട്സ് ഒക്കെ ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴേ നമ്മുടെ വീട്ടിലൊക്കെ നട്ട്സ് കിട്ടാറുള്ളല്ലോ. നമ്മുടെ ഒന്നും വീട്ടിൽ നട്ട്സ് ഒന്നും വാങ്ങി വെക്കാറില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പം തന്നെ ബദാമോ അണ്ടിപ്പരിപ്പോ ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരും ഞാനും ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ എനിക്ക് വണ്ണം, ഇനി ഇതും കൂടെ വലിച്ച് കയറ്റിയിട്ട് വേണം ബാക്കിയും കൂടി ഇനി വണ്ണം വെക്കാൻ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിലാണ് നമുക്ക് ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ കൂടുകയും നമുക്ക് അത് മുഖേന അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. സോ നമുക്ക് നമ്മളെപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് നമുക്ക് ബോഡിക്ക് വേണ്ട കുറച്ച് ഹെൽത്തി ഫാറ്റ് ഓപ്ഷൻസ് നമുക്ക് വേണം. അപ്പോൾ അതിനുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ ഒലീവ്സ്, അതൊന്നും ഇപ്പോൾ നാട്ടിൽ എല്ലാവരുടെയും വീട്ടിലൊന്നും ഒലീവ് ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല. പക്ഷേ നമുക്ക് കുറച്ച് ബദാമ നട്ട്സ്, കാഷ്യൂ നട്ട്സ്, ബദാമ, പിസ്ത അല്ലെങ്കിൽ വാൾനട്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നട്ട്സൊക്കെ, പീനട്ട്സ്, ഇതൊക്കെ നമുക്ക് ഹെൽത്തി ഫാറ്റ് ഓപ്ഷൻസ് ആണ്. അതുപോലെ നമ്മുടെ നെയ്യ്, പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ നമുക്ക് ഹെൽത്തി ഫാറ്റ് ഓപ്ഷൻസ് ആണ്. അല്ലാതെയുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാതെ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. വല്ല പാൻ കേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ലോട്ടസ് സീഡൊക്കെ മേടിച്ച് ഫ്രൈ ഒക്കെ ഇച്ചിരി നെയ്ക്കകത്തിട്ട് വറുത്ത് അങ്ങനെയൊക്കെ കട്ടൻ കാപ്പിയുടെയൊക്കെ കൂടെ കുടിക്കുക. ഞാൻ നേരത്തെയൊക്കെ മധുരം ഇട്ട് ചായയൊക്കെ കുടിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ പപ്പായ്ക്ക് ഷുഗർ വന്നേ പിന്നെ പപ്പായ്ക്ക് മധുരം ഇല്ലാതെയാണ് എപ്പോഴും ചായ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാനും അത് ശീലമാക്കി. എന്നാന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ തൊട്ടേ എനിക്കങ്ങനെ കുടിച്ചപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പണ്ട് തൊട്ടേ ചായക്കകത്ത് മധുരം ഇടാറില്ല. അതുകൊണ്ട് എനിക്കിത് ഡയറ്റൊക്കെ ചെയ്യുമ്പം മധുരം കഴിക്കാതെ ചായ കുടിക്കുന്നതിൻ്റെ പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അപ്പം ശരിക്കും എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാലിനകത്ത് ഉള്ള ലാക്ടജൻ എന്ന് പറഞ്ഞ സാധനം ഒരു ഷുഗറാണ്, ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള മധുരം അതിനുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുക. ആവശ്യത്തിന് മതി, അധികമായാൽ എന്തും ആപത്താണ്. അതുപോലെ ഇടയ്ക്കത്തെ സ്നാക്കിങ്, ഈ 10 മണിക്ക് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഇടയ്ക്ക് വിശക്കുന്ന സമയം. ഇപ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മിക്കവാറും 10 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ലഞ്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിനോട് ഞാൻ അത്ര സപ്പോർട്ടീവ് അല്ല, കാരണം നമ്മുടെ എല്ലാ സമയത്തും നമുക്ക് മീൽസ് ആവശ്യമുണ്ട്. സോ നമ്മളൊരു 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് 6 മണിക്കോ 7 മണിക്കോ നമ്മുടെ ഡിന്നർ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ 16:8 എന്നുള്ള ഒരു പാറ്റേൺ മാത്രമല്ല, നമുക്ക് 14:10 എന്നുള്ള പാറ്റേൺ എടുക്കാം. 24 hours എടുക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ആദ്യത്തെ ഫാസ്റ്റിംഗ് അവേഴ്സ് തിരഞ്ഞെടുക്കുക. ഇപ്പം ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും പോയി 16:8 എന്ന പാറ്റേൺ സെലക്ട് ചെയ്യരുത്, കാരണം നമുക്ക് രാത്രിയിൽ ഉറപ്പായിട്ടും വിശക്കും. സോ നമ്മൾ ആദ്യം രാത്രിക്കത്തെ ഫുഡ് ഇപ്പോൾ ഒരു 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ആക്കിയിട്ട് രാവിലത്തേത് ഇച്ചിരി നീട്ടിയെടുക്കാൻ ശ്രമിക്കുക. രാവിലെ എണീറ്റൊരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ തേയില വെള്ളമോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ നാരങ്ങ, ഉപ്പൊന്നും പിടിയാതെ ചുമ്മാ ഇച്ചിരി നാരങ്ങ വെഞ്ചിരി വെള്ളം ഒഴിച്ച് കുടിക്കുമോ. അപ്പം ഡെയിലി നമ്മളൊരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. ആ വെള്ളത്തിനകത്ത് ഇതെല്ലാം ഉൾപ്പെടണം. അതിൽ കൂടുതൽ വെള്ളം ഒന്നും കുടിക്കേണ്ട. അധികമായാൽ വെള്ളമാണെങ്കിലും നമ്മുടെ കിഡ്നിക്ക് ഓവറായിട്ടിരുന്ന് ഫിൽറ്റർ ചെയ്യുകയും അതുപോലെ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ മൂത്രത്തിൽ കൂടെ പോവുകയും ചെയ്യും. സോ നമ്മൾ അധികമായിട്ടൊന്നും വേണ്ട, ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം ഡെയിലി. പിന്നെ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി തൊട്ട് ഞാൻ എല്ലാ സാധനങ്ങളും കൺട്രോൾ ചെയ്യുകയാണ്. അങ്ങനെ വെച്ച് 4 തവി ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഒറ്റയടിക്ക് 1 തവി ചോറാക്കുക, 3 ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരു ചപ്പാത്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ പോർഷൻസ് കൺട്രോളിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി സ്റ്റാർവ് ചെയ്യും. നമ്മുടെ ബോഡി നമ്മളെ ചീത്ത വിളിക്കും, എന്തിനാ എന്നെ ഇങ്ങനെ പട്ടിണിക്കിടുന്നതെന്നൊരു മൈൻഡ് വരും. സോ നമ്മൾ പതിയെ പോർഷൻസ് കൺട്രോൾ ചെയ്യുക. ഒറ്റയടിക്ക് പെട്ടെന്ന് അതിൻ്റെ നമ്പർ കുറയ്ക്കാതെ, ആദ്യം 3 ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ പതിയെ 2 എണ്ണമാക്കുക. പിന്നെ പതിയെ അതിൻ്റെ അളവ് കുറച്ച് കൂടുതൽ കറികളും സാലഡ്സും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് കഴിക്കുക. ഈ സാലഡ്സ് മാത്രം, ചപ്പാത്തി മാത്രം, അങ്ങനത്തെ ഒരു ഫുഡ് കഴിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വെറുത്തു പോകും. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക. നല്ല ഇപ്പം ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഈ പുട്ടും ചപ്പാത്തി മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്നത്, വേറെ ഇങ്ങനെ നൂഡിൽസ് പോലൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ എന്നതെങ്കിലുമൊക്കെ നമുക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിട്ട് കുറച്ചും കൂടെ വായിക്ക് രുചിയായിട്ട് കഴിക്കുമ്പോഴത്തേനും നമ്മളൊരു ഡയറ്റിലാണെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ അവർ മാക്സിമം ഒരു രാവിലെ 9 മണിക്ക് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എന്നിട്ട് രാത്രി 7 മണിക്ക് അവർ അവസാനിപ്പിക്കുക. അപ്പോൾ തന്നെ അവർക്കൊരു 14 hours ഫാസ്റ്റിംഗ് പീരീഡ് നമ്മുടെ ബോഡിക്ക് കിട്ടും. ഒരു ഫാസ്റ്റിംഗ് പീരീഡും കിട്ടാതെ രാത്രി 10 മണി വരെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ രാത്രി 7 മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ 2 മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുതൽ നമ്മുടെ ബോഡിക്ക് ഒരു ഫാസ്റ്റിംഗ് അവേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ബോഡിയിലുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക്
പതിയെ പതിയെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മളൊരു കലോറി ഡെഫിസിറ്റിൽ കൂടിയാണെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് സംഭവിക്കും. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എൻ്റെ വെയിറ്റ് എന്നാ കുറയാതെ? നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് കുറേ സാധനങ്ങൾ ഓവർ കലോറീസ് നമ്മുടെ ബോഡിയിലോട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് വെയിറ്റ് ഒന്നും കുറയത്തില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ BMR-നേക്കാൾ കുറഞ്ഞ അളവിൽ നമ്മൾ കലോറീസ് നമ്മുടെ ബോഡിക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയത്തുള്ളൂ. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലാണ്, പക്ഷെ നമ്മൾ 2000-2500 കലോറീസ് നമ്മുടെ ബോഡിയിലോട്ട് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയത്തില്ല, വെയിറ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്, അതൊരു ഡയറ്റിംഗ് അല്ല. അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യമൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോഴത്തേനും നമുക്ക് വിശപ്പ്, ഈ കഴിക്കുന്ന പോർഷൻസ് കൊണ്ട് നമ്മുടെ വിശപ്പ് കുറയുന്നില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വയറ് ഫില്ലാകും. പിന്നെ ഇടസമയത്ത് നമുക്ക് വിശക്കുവാണെങ്കിൽ അപ്പോൾ ഒന്ന് സ്നാക്സ് ഒന്നും എടുത്ത് കഴിക്കാതെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കുക. നമുക്ക് സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പേരയ്ക്ക പോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലൊക്കെ കിട്ടുന്ന പേരയ്ക്ക, അതൊക്കെ നമുക്ക് കഴിക്കാം. ചാമ്പയ്ക്കായോ പേരയ്ക്കായോ മാങ്ങ ഒന്നും നമ്മൾ ഈ വെയിറ്റ് ലോസിന് അത്രയ്ക്ക് എപ്പോഴും കഴിക്കണമെന്ന് പറയുന്നൊരു ഫ്രൂട്ടല്ല, കാരണം അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇച്ചിരി കൂടുതലുണ്ട്. അതുകൊണ്ട് പക്ഷേ വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല. എന്നും എല്ലാവരുടെയും വീട്ടിൽ മാങ്ങാപ്പഴം കാണത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ നമ്മൾ എല്ലാ ഫുഡ് കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നിലത്തിരുന്നിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോൺസ്, TV അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ഒക്കെ മുന്നിൽ കൊണ്ട് വെച്ചുകൊണ്ട് ഇരുന്ന് കാണാതെ നമ്മൾ ആ ഫുഡ് എൻജോയ് ചെയ്ത് ഫുഡിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്, എനിക്കിന്ന് ഫൈബർ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ ഓർത്ത് ഫുഡിനെ ഒന്ന് എൻജോയ് ചെയ്ത് പതിയെ ചവച്ചരച്ച് കഴിക്കുക. പെട്ടെന്ന് വാരി തട്ടിയിട്ട് എഴുന്നേറ്റ് പോകുമ്പോഴത്തേനും ഫുഡും പെട്ടെന്ന് ഫിനിഷ് ആകും. നമ്മുടെ വയറ് സാറ്റിസ്ഫൈഡ് ആയോ, നമ്മൾക്ക് ഇതൊക്കെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ വേണം, അല്ലെങ്കിൽ നമ്മളൊരു ഫോൺ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് അതിനകത്തെ പ്രോഗ്രാം തീരുന്നോടം വരെ നമ്മൾ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴും അത് നമ്മൾ അടുത്ത പേജ് മറിക്കുന്നതിനനുസരിച്ച് നമുക്ക് പിന്നെയും വായിലോട്ട് വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നമുക്ക് ഡയറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം. ഡെയിലി ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റെങ്കിലും കുറഞ്ഞത് എന്തെങ്കിലും ഒരു വർക്കൗട്ട്സ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുക. ഒന്നെങ്കിൽ നടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്തെങ്കിലും വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ സൂര്യ നമസ്കാരം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു പേര് സൂര്യ നമസ്കാരം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 14 കലോറീസ് ബേൺ ആകും. അപ്പോൾ അത്യാവശ്യം നല്ല നമ്പേഴ്സ് സൂര്യ നമസ്കാരം കറക്റ്റായിട്ട് പ്രോപ്പർ വേയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ കലോറീസ് ബേൺ ആകും. ആദ്യമേ ഒന്നും 10-100 ഒന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പതിയെ സ്ലോലി നമ്പർ കൂട്ടുക. ഞാനൊക്കെ ആദ്യം ചെയ്ത് തുടങ്ങിയ സമയത്ത്, ഫസ്റ്റ് കോളേജിൽ വെച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നല്ല പാടായിരുന്നു ചെയ്യാൻ, ഫുൾ മസിൽ പെയിൻ ഒക്കെ ആയിരുന്നു. അതിനുശേഷം ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കത് മാറും. പിന്നെ നമ്മൾ ആദ്യം ഒരു പെയർ ചെയ്യുക, പിന്നെ പതിയെ ഒരു നമ്പർ കൂട്ടി ചെയ്യുക, പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ 4 അടുപ്പിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയ ബ്രേക്ക്, ഒരു 5 സെക്കൻഡ് വെയിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും 4 ചെയ്യുക, വീണ്ടും 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും 4 ചെയ്യുക. അങ്ങനെ 3 തവണ ചെയ്യുമ്പോൾ തന്നെ 12 അതുപോലെ നമ്മൾ പതിയെ പിന്നെ കുറച്ചുകൂടെ നമുക്ക് സ്റ്റാമിന ആകുമ്പോൾ 10 ചെയ്യുക, പിന്നെ എന്നിട്ടൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് വീണ്ടും 10 ചെയ്യുക, എന്നിട്ട് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ നമ്പേഴ്സ് നമ്മൾ കൂട്ടിയെടുക്കുക. അപ്പം നമുക്ക് അത് ചെയ്യാനുള്ള സ്റ്റാമിന തന്നെ ആകുമ്പോൾ നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് കുറേ എണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്കൗട്ട്സൊക്കെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ ബോഡി അതിനുള്ള കേപ്പബിൾ ആക്കി എടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ സെഡൻറ്ററി, നമ്മൾ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്, ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബോഡി ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നാൽ നമുക്ക് ബോഡിക്കൊന്ന് ഒരു അനക്കമൊക്കെ കൊടുക്കണ്ടേ, എന്നാലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ എക്സസൈസുകളൊക്കെ ഫോളോ ചെയ്താൽ വളരെ നല്ലതാണ്. ഞാനൊരു ഹെർബാലൈഫോ ഒരു ഗുളികയോ മരുന്നോ ഒന്നും കഴിച്ചിട്ടല്ല എൻ്റെ വണ്ണം കുറച്ചത്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തു. മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. പുറത്തുനിന്നുള്ള ഫുഡ് പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ തന്നെ ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്ത സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും. അതുപോലെ ഈ ഐസ്ക്രീംസ് കഴിക്കുന്നത്, ചോക്ലേറ്റ്സ് കഴിക്കുന്നത്, ജ്യൂസുകൾ കഴിക്കുന്നത് അതൊക്കെ ഒഴിവാക്കി. പിന്നെ വൈകുന്നേരത്തെ 4 മണിക്ക് ഈ ചായ മസ്റ്റാണ് എനിക്ക്. പണ്ട് തൊട്ടേ ചായ കുടിക്കും, പക്ഷെ അതിനകത്ത് മധുരം ഇടാറില്ല, അത് സത്യമാണ്.
പക്ഷേ അതിൻ്റെ കൂടെ കഴിക്കുന്ന സാധനങ്ങൾ ഏത്തക്കാപ്പം, പരിപ്പ് വട, ഇങ്ങനത്തേതെല്ലാം ഈ ബജ്ജിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് എത്രയിടം കൊണ്ട് വെക്കുന്നു അതെല്ലാം ഞാനിരുന്ന് കഴിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി എന്തെങ്കിലും പാൻ കേക്കോ അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇനി ഇലയട ഉണ്ടാക്കിയോ അതിനകത്ത് ഞാൻ ശർക്കര വെക്കും, എന്നിട്ട് ഇലയടയോ കൊഴുക്കട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും ആ സമയത്ത്. അല്ലാതെ ഈ നമ്മൾ പഴംപൊരി അങ്ങനത്തെ സാധനങ്ങൾ ബജ്ജിക്കടയിൽ നിന്ന് വാങ്ങി കഴിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴിക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ വീട്ടിൽ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ കുറച്ച് മിനിമൽ ഓയിൽ യൂസ് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചോ, കുഴപ്പമില്ല. നമ്മൾ ഈ ബജ്ജിക്കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒഴിവാക്കാമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പിന്നെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ ഇന്നും യോഗ ചെയ്തു. ഇതൊക്കെ ചെയ്താൽ മതി. പിന്നെ മോനെ ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്, അതും ഒരു കാരണമാണ്. പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അധികം നേരം അങ്ങ് ഇതാക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് രാത്രിയാണെങ്കിൽ ഫീഡൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും വിശക്കും. സോ ഞാൻ രാത്രിയിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് വെച്ചാൽ 14:10 എന്ന ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം കൂടുതൽ എൻ്റെ കലോറി ലിമിറ്റിനേക്കാൾ കൂടുതൽ ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ ഫുഡിനകത്ത് ആ കലോറി ഒന്ന് ഇച്ചിരിയും കൂടെ കുറയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനകത്ത് തന്നെ ഒരു മെത്തേഡാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഡെയിലി ലിമിറ്റിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഡേ നമ്മൾ കുറച്ച് കലോറീസും കൂടെ കുറച്ച് കഴിക്കുക, ഇച്ചിരി അത്യാവശ്യം നല്ല രീതിയിൽ കുറയ്ക്കുക. അപ്പം ഞാൻ രാവിലെയും രാത്രിയിലും ഒക്കെ വല്ല ഇഡ്ഡലിയൊക്കെ ആക്കും. ഇഡ്ഡലിയൊക്കെ ലോ കലോറി ഫുഡാണ്. പിന്നെ ഇട സമയത്ത് വാട്ടർമെലൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. ഉച്ചക്കത്തേന് ചോറ് കഴിക്കും. അതില്ലാത്ത പരിപാടിയൊന്നുമില്ല. ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടൊന്നും എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. പിന്നെ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇങ്ങനെ മൈക്കോ വീഡിയോ എടുക്കാൻ ക്യാമറ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുറേ ലിമിറ്റേഷൻസിലൊക്കെ ഇരുന്നുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ബൈ.